കർത്താവെ, ഒരുമിച്ച് ക്രൂസിൻ്റെ ചുവട്ടിൽ വന്ന് ധ്യാനത്തോടെ നിൽക്കുവാൻ ഞങ്ങളെ ഒരുക്കിയല്ല കർത്താവെ. ഇതൊക്കെ വെറുതെ ചടങ്ങായിട്ട് തീരുവാനല്ല കർത്താവെ. ഇതിലൂടെ ഒരു ജീവൻ്റെ അനുഭവം ഞങ്ങൾക്കുണ്ടാകുവാൻ, ഒരു പുതുക്കമുള്ള ക്രിസ്ത്യാനികളായിട്ട് ഈ നാളുകളിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസത്തിലെ ശുശ്രൂഷകളൊക്കെ ആവരിച്ച ദൈവകൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. ഇനിയുള്ള ദിവസങ്ങളിലെ ശുശ്രൂഷകളെ ഞങ്ങൾ ഓർക്കുന്നു. നാളെ പെസഹ വ്യാഴം, കർത്താവെ ദുഃഖവെള്ളി, കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പെരുന്നാൾ, ഈസ്റ്റർ ദിനം, ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളെല്ലാം താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, അർത്ഥവത്തായിട്ട് ആചരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ കർത്താവെ. അതിനുള്ള സമർപ്പണത്തെ ഈ നാളുകളിൽ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ബലഹീനദാസനായിരിക്കുന്ന ഇന്ന് വചനം പറയാനുള്ള കൃപയും പരിജ്ഞാനവും ആരോഗ്യവും ബലവും സൗഖ്യവും നൽകി തരണമേ. ജനത്തെ എല്ലാ നന്മകളാലും നിറച്ചാട്ട് കർത്താവെ. യേശു നാമത്തിൽ അടിയങ്ങളുടെ പ്രാർത്ഥന ദയവുണ്ടായി കേൾക്കുമാറാകണമേ. താലന്തുകളുടെ ഉപമയാണല്ലോ നമ്മൾ വായിച്ച കേട്ടത്. ഏവൻഗേലിയൻ വായനയിൽ വിശദമായിട്ട് വായിച്ചതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗം വായിച്ചില്ല. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള ഒരു സുവിശേഷ ഭാഗം കൂടെയാണല്ലോ താലന്തിൻ്റെ ഉപമ എന്നുള്ളത്. ഇവിടെ യജമാനൻ ചില കാര്യങ്ങൾ തൻ്റെ ഭൃത്യന്മാരെ ഏൽപ്പിച്ചതിന് ശേഷം ദൂര സ്ഥലത്തേക്ക് യാത്രയായിട്ട് പോവുകയാണ്. ഉപമകളുടെ വ്യാഖ്യാനം പല രീതിയിലുണ്ട്. അത് പറയുന്നത് കർത്താവ് നമ്മളെ പല കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള യാത്രയുടെ ഭാഗമായിട്ടാണ് ഈ ഉപമ എഴുതപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് യജമാനായിരിക്കുന്ന കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മളെ ഏൽപ്പിച്ച, വിശ്വസ്തയോടുകൂടെ നമ്മളെ ഏൽപ്പിച്ച പല കാര്യങ്ങൾ ഒക്കെയും നമ്മളെങ്ങനെ വിനിമയം ചെയ്തു എന്നുള്ളതും, നമ്മളതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതും, അതിലെങ്ങനെ നമ്മൾ വിശ്വസ്തരായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ വിഭവങ്ങൾ, താലന്തുകൾ എന്ന് പറയുന്നത് പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അത് പണമായിട്ട് പറയാറുണ്ട്, കഴിവുകളായിട്ട് പറയാറുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ദൈവം കൊടുത്ത സാധ്യതകളെക്കുറിച്ച് തന്നെയാണ് തീർച്ചയായിട്ടും ഈ താലന്തുകൾ എന്നുള്ള ഒരു പ്രതീകം അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നത്. അസാധാരണമായ വിഭവങ്ങൾ യജമാനൻ ദാസന്മാർക്ക് നൽകുന്നു. എല്ലാവർക്കും ഒരുപോലെയല്ല കൊടുക്കുന്നത്. ചിലർക്ക് ദൈവം ഒത്തിരി കഴിവ് കൊടുക്കും, അത്രയും കഴിവ് എല്ലാവർക്കും കൊടുത്തെന്ന് വരത്തില്ല. ചിലർക്ക് കൃപാവരങ്ങൾ ഒത്തിരി കൊടുത്തെന്ന് വരും, അല്ലേ? ചിലർക്ക് ആരോഗ്യം, ചിലരെ കണ്ടാൽ നല്ല ആരോഗ്യമാണ്, എന്നാൽ ചിലരെ സംബന്ധിച്ച് തീരെ ചെറുപ്പത്തിൽ തന്നെ പലവിധമായ രോഗങ്ങളുടെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതുകൊണ്ട് ദാനമായി ലഭിക്കുന്നതൊന്നും നമ്മുടേതാണ് എന്ന് പറഞ്ഞ് പുകഴുവാനില്ല. യജമാനായിരിക്കുന്ന കർത്താവിൻ്റെ കൃപയാണ് നമുക്ക് ലഭിക്കുന്ന. ഇപ്പോൾ ആരോഗ്യം നമുക്കുണ്ട്, അതിന് സ്തോത്രം പറഞ്ഞോണം, അല്ലേ? ആരോഗ്യമില്ലാത്ത ഒരാളെ കാണുമ്പോൾ പരിഹസിക്കാനുള്ള അവകാശം നമുക്കുണ്ടോ? ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോകുന്നത്, അല്ലേ? നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞ് മുമ്പോട്ട് പോകണം. ഏത് നിമിഷവും നമ്മൾ എന്തായി തീരാം? രോഗിയായിട്ട് തീരാം, അല്ലേ? ദൈവം നമ്മുടെ കയ്യിൽ പണം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞോണം. ഏത് സമയം വേണമെങ്കിലും ഈ പണം ദൈവം നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിമാറ്റിക്കളയാം, ഇനി യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഒന്നിനെ നമ്മൾ പുകഴുവാനും നിഗളിക്കുവാനും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. എല്ലാവർക്കും ഒരുപോലെയൊന്നുമല്ല നൽകപ്പെടുന്നത്, അല്ലേ? വ്യത്യസ്തതയുണ്ട്. അതങ്ങനെ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും റേഞ്ച് അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളെ തരുന്നത്, അല്ലേ? അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് അത് ലഭിച്ചതോർത്ത് നമ്മൾ ഭാരപ്പെടുകയോ അസൂയപ്പെടുകയോ ചെയ്യണ്ട എന്നുള്ളതാണ് പറയുന്നത്. പ്രാപ്തിക്കനുസരിച്ച് താലന്തുകളെ നൽകുന്ന യജമാനെ കുറിച്ചാണ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു കമ്പാരിസന് വേണ്ടിയൊന്നും പോകണ്ട, അല്ലേ? ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവർ നിരന്നിരിക്കുമ്പോൾ അവർ ഇലയിൽ ഭക്ഷണം വിളമ്പുമ്പോൾ അവരിങ്ങനെ നോക്കും, വലിയ കഷ്ണം മീൻ എവിടെയാണ് വിളമ്പിയത്, അപ്പുറത്തിരിക്കുന്നവനാണോ ഇപ്പുറത്തിരിക്കുന്നത്? നമ്മൾ അതിനേക്കാളും കഷ്ടമാണ് മുതിർന്ന ആൾക്കാർ, അല്ലേ? നമ്മുടെ ഇലയിൽ നമ്മൾ നോക്കിയാൽ മതി, അല്ലേ? ചിലപ്പം ചെറിയ കഷ്ണം മീനായിരിക്കും വിളമ്പി, ഒരു പപ്പടത്തിൻ്റെ ചിലപ്പോൾ സൈഡൊന്ന് പൊട്ടിയതായിരിക്കാം, അല്ലേ? ഒക്കെ സംഭവം. നമ്മുടെ ജീവിതത്തിൻ്റെ ഇലയിൽ സർവശക്തനായ ദൈവമാണ് തീരുമാനിക്കുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളാണ് വിളമ്പണ്ട എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് വിശ്വസ്ത എന്ന് പറയുന്നത് നിയോഗങ്ങളുടെ വിശ്വസ്തയെക്കുറിച്ചാണ് പറയുന്നത്. അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിന് വിചാരകനാക്കുന്നൊരു തമ്പുരാനെക്കുറിച്ചാണല്ലോ ഇവിടെ പറയുന്നത്. താലന്ത് തന്നിട്ട് യജമാനൻ പോയി. എന്താണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്? ഇപ്പോൾ യജമാനനില്ല എന്നുള്ളതാണ്. യജമാനൻ്റെ അസാന്നിധ്യമാണ്. അതുകൊണ്ട് യജമാനൻ്റെ അസാന്നിധ്യത്തിലും ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളെ നമ്മളെങ്ങനെ വിശ്വസ്തയോട് വ്യാപാരം ചെയ്തു എന്നുള്ളതാണ്, അല്ലേ? ഇൻ ദ ആബ്സെൻസ് ഓഫ് മാസ്റ്റർ, ലൈഫ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മാസ്റ്റർ. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, അസാന്നിധ്യത്തിലും വിശ്വസ്തയോടെ ജീവിപ്പാൻ തക്കവണ്ണം. അത് ഏത് കാര്യമാണേലും, അല്ലേ? ഇപ്പം നമ്മുടെ ബോസ് വന്ന് നമ്മളെ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ ഓഫീസിൽ, വേണം എന്ത് മോശം കാര്യം നമുക്ക് ചെയ്യാം, അങ്ങനെയല്ല. ഇതൊരു വിശ്വസ്തയുടെ കാര്യമാണ്. നമ്മളെ ഏൽപ്പിക്കുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ്. എന്നെ ഏൽപ്പിച്ചവൻ ദൈവമാണ് എന്ന ബോധ്യത്തോടെ ഏത് കാര്യമാണെങ്കിലും വിശ്വസ്തയോടെ ചെയ്യണമെന്നുള്ളതാണ് വചനം നമ്മളോട് പറയുന്നത്. യജമാൻ്റെ അസാന്നിധ്യത്തിലും യജമാൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാകണം യജമാനൻ്റെ ശിഷ്യരെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിച്ച് കളയുവാൻ ഇടയാകരുത്. പലരും അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഓഫീസിലെ ബോസ് ഇല്ലെങ്കിൽ ഭയങ്കര രസമാണ്, അല്ലേ? അന്നെല്ലാം കുഴപ്പമാണ്, അല്ലേ?
അന്നെല്ലാം ഒരു തെറ്റിയ രീതിയിലായിരിക്കാം കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ പോകുവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. താലന്ത് വർദ്ധിപ്പിക്കണമെങ്കിൽ ഉത്സാഹത്തോടുകൂടെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരണം. എല്ലാം അനുകൂലമായിട്ടല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലേ? ഇവിടെ കുഴിച്ചിടുക എന്ന് പറയുന്നത് നമ്മൾ വായിച്ചൊരു കാര്യമാണ്, ഒരു ദാസൻ കാണിച്ച പരിപാടിയാണ്, അല്ലേ? യജമാനൻ കൊടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ പണ്ട് കാലഘട്ടങ്ങളിൽ ബാങ്കിങ് സിസ്റ്റം ഇല്ല, നമുക്കറിയാം. നമ്മുടെ വല്യപ്പൻ്റെ കാലത്തായിരിക്കും. അന്ന് എന്നോ ചെയ്യും, പൈസ എന്നോ ചെയ്യും, എവിടെയെങ്കിലും കൊണ്ട്. അങ്ങനെ പണ്ട് മറന്നതൊക്കെയാണ് പലരും ഇപ്പം നിധി കിട്ടിയെന്നും പറഞ്ഞ് കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ സ്വർണ്ണക്കിണ്ടി ആയിരിക്കാം, അല്ലേ? ചിലപ്പോൾ അന്നത്തെ നാണയത്തിനൊന്നും ഇന്ന് പ്രസക്തിയില്ല എങ്കിൽ പോലും അന്ന് ഒരു പക്ഷേ അങ്ങനെ ചെയ്ത പല ആളുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കുഴിച്ചിടുക, ഈ കക്ഷി ആ പണിയൊക്കെ തന്നെയാണ് ചെയ്തതെന്ന് ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ബാങ്കിങ് സിസ്റ്റം ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിച്ച് എനിക്ക് സാധ്യമാകുന്നൊരു ചിന്ത ഈ മനുഷ്യനില്ല എന്നുള്ളതാണ് സങ്കടമെന്ന് പറയുന്നത്. കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ പങ്കുവെക്കാനൊരു താല്പര്യമില്ല, ഒരു സാഹസികതയ്ക്ക് മുതിരുവാൻ ഈ മനുഷ്യന് താല്പര്യമില്ല, ഇതൊന്ന് വർദ്ധിപ്പിക്കാനുള്ള റിസ്ക് എടുക്കാനുള്ളൊരു താല്പര്യം മനുഷ്യനില്ല. പങ്കുവച്ചാൽ എന്ത് ചെയ്യും? സന്തോഷം ഇരട്ടിയായിത്തീരുന്ന അനുഭവമാണ്. അതുകൊണ്ട് ഈ ഒരു ഭയമാണ്, ഞാനിത് ബിസിനസ് ചെയ്ത് ഞാനങ്ങ് പൊളിഞ്ഞു പോവോ? ചില ആൾക്ക് അങ്ങനെ, അല്ലേ? അപ്പോൾ ഇത് റിസ്ക് എടുത്താലേ ബിസിനസ് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ സാധിക്കാതെ അതിന് മടിയുള്ള ആളുകൾ ചെയ്യുന്ന പണി തന്നെയാണ് ഇവിടെ ഈ മനുഷ്യനും ചെയ്യുന്നത്. അതുകൊണ്ട് പൊതുസമൂഹത്തിൽ നിക്ഷേപിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതുകൊണ്ട് സാർത്ഥതര ഡിപ്പോസിറ്റുകളായിട്ടല്ല നമ്മുടെ ജീവിതം മാറേണ്ടത്. നമുക്ക് നിക്ഷേപം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല രീതിയിലാണ്, അല്ലേ? ഈ അടുത്ത കാലത്തൊക്കെ നമുക്ക് നിക്ഷേപങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ള ആളുകളാണ്. റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കണോ, അല്ലേ? ഗോൾഡിൽ നിക്ഷേപിക്കണോ, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കണോ, ഓഹരി കമ്പോളത്തിലാണോ നമ്മുടെ നിക്ഷേപം, അതോ മറ്റു പല കാര്യങ്ങളിലേക്കാണോ നമ്മുടെ നിക്ഷേപങ്ങൾ പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴത്തെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും, നല്ല കൊച്ചു കുട്ടികൾ പോലും, ചെറുപ്പക്കാർ പോലും ഒക്കെ നമുക്കറിയാം ഇപ്പോൾ ഷെയറിൻ്റെ ഒരു കളിയുടെ കാലഘട്ടത്തിലൂടെ ജീവിക്കുക. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ജീവിതങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ മടിയനായ ദാസൻ ചെയ്യുന്നത്, തനിക്ക് യജമാനന് കൊടുത്തത് ചെറുതാണെങ്കിൽ പോലും അത് വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കാതെ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ തൻ്റെ ദൗത്യത്തെ മൂടിവെച്ചു എന്നുള്ളതാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം മനുഷ്യൻ ചെയ്തില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അനേകർക്കായിട്ട് പങ്കുവെക്കുമ്പോഴാണ് വർദ്ധിക്കുന്നൊരു അനുഭവം ഉണ്ടാകുന്നത്. നമ്മൾ ഈ സമൂഹത്തിൽ നന്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് വർദ്ധിക്കുന്ന അനുഭവം. ഇന്ന് ഡെഡ് മണിയായി പോവുകയാണ് പലരുടെയും കാര്യങ്ങൾ, അല്ലേ? അത് ആർക്കും ഒരു പ്രയോജനമില്ലാതെ ജീവിതത്തിൽ മാറുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് പറയുന്നു. വീടൊക്കെ വെക്കും, 5 കോടിയുടെ വീട് വെക്കും. അതിനെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധർ പറയുന്ന ഡെഡ് മണി എന്നാണ് പറയുന്നത്. ഒരു പ്രയോജനമില്ല, അല്ലേ? അതേ സ്ഥാനത്ത് 5 ലക്ഷത്തിൻ്റെ വീട്ടിലും താമസിക്കുന്ന ആളുകളുണ്ടാകും. മലയാളിയാണ് ഏറ്റവും കൂടുതൽ വീടിന് വേണ്ടി പണം കളയുന്നത്, ഇനി യാതൊരു സംശയമില്ല. അതങ്ങനെ തന്നെയാണ് വാസ്തവമായിരിക്കുന്ന കാര്യം. അങ്ങനെ ഡെഡ് മണിയായിട്ട് പോകുന്ന ഒത്തിരി സാഹചര്യങ്ങൾ പലയിടങ്ങളിൽ വായിക്കുവാൻ സാധിക്കും. ഇവിടെ താലന്തുകൾ പൊതുസമൂഹത്തിനും തലമുറകൾക്കും അനുഗ്രഹമായിട്ട് തീരുമ്പോഴാണ് അത് ഏറ്റവും അനുഗ്രഹമായി. സ്നേഹ ശുശ്രൂഷകളാണ് ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയും. നമുക്ക് പള്ളികളിലൊക്കെ ഉണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ പലപ്പോഴും അവരുടെ പേരിൽ എൻഡോമെൻറ്റുകൾ തരും. അതൊരു സ്നേഹ നിക്ഷേപമാണ്. അവരുടെ ഒരു സ്മരണയ്ക്കായിട്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അർഹതയുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രിയപ്പെട്ടവർ തരുന്ന സ്നേഹ ശുശ്രൂഷകളാണ് ഈ നിക്ഷേപങ്ങളൊക്കെ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു വളരെ കഴിവുള്ള ഒരു ബുദ്ധ സന്യാസി, നല്ല എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ എഴുതുന്ന പുസ്തകങ്ങളൊക്കെ ചൂടപ്പം പോലെ വിറ്റെഴുതുന്ന മാസ്റ്റർ സെല്ലുകൾ, ഒരു വളരെ പെട്ടെന്ന് വിറ്റുപോകുന്ന പുസ്തകങ്ങളാണ്. ഒരിക്കൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതാൻ വേണ്ടി എല്ലാ ക്രമീകരണവും അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി. എന്നാൽ ഈ പുസ്തകം പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നല്ല ചിലവുണ്ട്, അതിന് 10,000 രൂപയുടെ ചിലവുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പണി എന്നാണെന്ന് ചോദിച്ചാൽ, ബുദ്ധ സന്യാസിയാണ്, സമ്പാദ്യമൊന്നുമില്ല. അദ്ദേഹം പോയി ഭിക്ഷ തെണ്ടിയിട്ടാണ് ഈ പൈസ ഉണ്ടാക്കി, ഈ കാശുണ്ടാക്കിയിട്ട് അദ്ദേഹം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വലിയ ഭൂമികുലുക്കം ഉണ്ടായി. ഒത്തിരി ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു. ഇദ്ദേഹത്തിന് ആളുകൾ ഭിക്ഷയായി കൊടുത്ത 10,000 രൂപ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അവസാനം വീടില്ലാത്തവർക്കെല്ലാം വീട് വെക്കാൻ വേണ്ടി അദ്ദേഹം കൊടുത്തു. അങ്ങനെ ആ കാലം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹം തൻ്റെ പുസ്തകം ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങി. ഇദ്ദേഹം വീണ്ടും ഭിക്ഷ തണ്ടാൻ പോയി. ആളുകൾ സ്നേഹത്തോടെ കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം അതുപോലെ വളരെ ബെസ്റ്റാണ്, വളരെ ഒത്തിരി വിറ്റുപോകുന്ന പുസ്തകമാണ്. അപ്പോൾ പൈസ കിട്ടി വീണ്ടും അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലിരിക്കുമ്പോഴാണ് ഈ പ്രാവശ്യം അവിടെ വലിയൊരു പ്രളയം ഉണ്ടാകുകയാണ്. പ്രളയത്തിൽ അനേക ആളുകൾക്ക് അവരുടെ കിടപ്പാടും അവരുടെ ജീവിതത്തിൻ്റെ നന്മകളും എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ ഗുരു പുസ്തകം പ്രസിദ്ധീകരിക്കാതിരുന്ന സമയത്ത് 2ാമത്തെ പ്രാവശ്യമാണ് കിട്ടിയ 10,000 രൂപ മുഴുവൻ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുവാൻ അർഹതയുള്ള ആളുകൾക്ക് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുക. 3ാമത്തെ പ്രാവശ്യത്തിൻ്റെ ശ്രമത്തിലാണ് ഈ ധ്യാന ഗുരുവിന് തൻ്റെ ഈ വിലയേറിയ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചത്. അദ്ദേഹം എൻ്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതി. അദ്ദേഹം ആമുഖത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: ഇത് ഈ പുസ്തകത്തിൻ്റെ 3ാമത്തെ പതിപ്പാണ്. ഇത് ഈ പുസ്തകത്തിൻ്റെ 3ാമത്തെ പതിപ്പാണ്.
ആദ്യത്തെ 2 പതിപ്പും പുസ്തക രൂപത്തിലല്ല, ഞാൻ സ്നേഹത്തിൻ്റെ രൂപത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. ആദ്യത്തെ 2 പതിപ്പുകളും ഞാൻ പുസ്തക രൂപത്തിലല്ല പ്രസിദ്ധീകരിച്ചത്, സ്നേഹത്തിൻ്റെ രൂപത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. സ്നേഹത്തിൻ്റെ ശുശ്രൂഷകളാണ് ശരിയായ നിക്ഷേപം എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ ശുശ്രൂഷകളാണ് ശരിയായ നിക്ഷേപമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് നല്ല സുഹൃത്തുക്കളുള്ളത് ഒരു നല്ല സ്നേഹ നിക്ഷേപമാണ്. നമുക്ക് നല്ല അയൽക്കാരുള്ളത് നമുക്ക് നല്ല സ്നേഹ നിക്ഷേപമാണ്. നമുക്ക് നല്ല ശിഷ്യഗണങ്ങളുള്ളത് നമുക്ക് നല്ല സ്നേഹ നിക്ഷേപമാണ്. നമുക്ക് നല്ല വിശ്വാസികളുള്ളത് കർത്താവിനും സഭയ്ക്കും നല്ല നിക്ഷേപമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഈ നാളുകളിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, ഡിപ്പോസിറ്റുകൾ എവിടെ നിൽക്കുന്നത്? എന്താണ് നമുക്ക് ഉള്ളത് സമ്പാദ്യമായിട്ടല്ലേ? നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് ഏതാണ്? നമ്മുടെ കുഞ്ഞുങ്ങളാണ് അല്ലേ? അവർ നഷ്ടപ്പെട്ടാൽ, അവരന്യം നിന്ന് പോയാൽ, അവർ നശിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൻ്റേതായിട്ടുള്ള എല്ലാ ഡിപ്പോസിറ്റുകളും തകർന്നു പോകുന്നതാണ് സങ്കടകരമായ അവസ്ഥയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഉപമയിലൂടെ യജമാനൻ പറയുവാൻ ശ്രമിക്കുന്നത്, ഇന്നിനെ സജീവമാക്കി നമ്മൾ ജീവിക്കണം. ഇന്നത്തെ സമയത്താണ് നമ്മൾ ജീവിക്കേണ്ടത്, ഈ നിമിഷത്തിലാണ് ജീവിക്കേണ്ടത്. നാളെയെക്കുറിച്ച് ഒരുപാട് ആകുലതപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഈ നിമിഷം നീ അധ്വാനിച്ച് പ്രയത്നിച്ച് ആവശ്യമായിട്ടുള്ള വർധനകൾ ഉണ്ടാക്കണമെന്നുള്ളതാണ് പറയുന്നത്. ആദ്യത്തെ 2 ദാസന്മാരും അതുതന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഭാഗം പറയുന്നത്. യജമാനൻ കണക്ക് തീർക്കാൻ വരുന്ന ദിവസമുണ്ട്. അന്ത്യന്യായവിധിയുടെ ഒരു സമയത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത്. യജമാനൻ മടങ്ങി വരികയാണ്, കണക്ക് കൊടുക്കണം. എങ്ങനെയായിരുന്നു ജീവിതം? എങ്ങനെ ജീവിച്ചു? ഒരു ശിഷ്യൻ എന്ന നിലയിൽ, ശിഷ്യ എന്ന നിലയിൽ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമാണ് യൂദയുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ? സ്വന്തം സമൂഹത്തോടൊപ്പം നിൽക്കുമ്പോഴും സ്വന്തം ഗുരുനാഥനോടൊപ്പം നിൽക്കുമ്പോൾ ഒറ്റുകാരനായിട്ട് മാറുകയാണ്. ഇന്നത്തെ ഭാഷയെ വേണേൽ നമുക്ക് യൂദയെ വിളിക്കാൻ പറ്റുന്ന ഒരു പേരുണ്ട്, ക്രിസംഗി എന്ന് വിളിക്കാം അല്ലേ? അങ്ങനത്തെ ഒരു പണിയാണ് യൂദ കൂടെ നിന്നിട്ട് കാണിക്കുവാൻ ഒറ്റുകൊടുക്കുന്ന ഒരനുഭവമാണ്. കുരിശ് 2 എണ്ണമുണ്ട് കർത്താവ് മരിക്കുമ്പോൾ. ഒന്ന് കള്ളം മരിച്ച കുരിശുമുണ്ട്, കർത്താവ് കിടന്ന കുരിശുമുണ്ട് അല്ലേ? നമ്മളേത് കുരിശ് കൊണ്ടാണ് നടക്കുന്നതെന്നുള്ളതാണ് പ്രശ്നം അല്ലേ? വാസ്തവമായിട്ട് ചിന്തിക്കുക, കള്ളൻ്റെ കുരിശാണോ നമ്മുടെ കുരിശ്? കർത്താവ് കിടന്ന കുരിശാണോ നമ്മുടെ കുരിശ് എന്നുള്ളത് നമ്മൾ വിലയിരുത്തി, ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് വിലയിരുത്തി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാലഘട്ടമാണ് അല്ലേ? നീതിയൊക്കെ കർത്താവിൻ്റെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, കർത്താവിനെ തകർക്കുന്നതിന് വേണ്ടി അവരുടെ ഇഷ്ടത്തിനനുസരിച്ച നിയമങ്ങളിൽ അവർ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തുന്നുണ്ട്. ജനക്കൂട്ടത്തെ സ്വാധീനിച്ചിട്ടാണ് പറയുന്നത്, ബർവാസിനെ വിടാൻ വേണ്ടി നിങ്ങൾ പറയണം എന്ന്. പൊളിറ്റിക്കൽ മേഖലയിൽ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചില ചെയ്തികൾ കണ്ടാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു അല്ലേ? നിയമമൊക്കെ പറയുമ്പോൾ അവർ അതിൻ്റെ പ്രൊസീജിയറും ലീഗലിസം എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇതിനകത്ത് സത്യസന്ധത എത്രയാണ്? സർക്കാരിന് കോടികളുടെ ബോണ്ട് കൊടുത്തവൻ്റെ ഒരു മൊഴിയുടെ പേരിലാണ് ഈ അറസ്റ്റ് നടക്കുന്നത് അല്ലേ? കൂടെ നിൽക്കുന്നവരെല്ലാം ചേർത്ത് പിടിക്കുകയും അപ്പുറത്തിരിക്കുന്നവനെല്ലാം നിയമകുരുക്കിൽ പിടുകയും ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ മധ്യത്തിലൂടെ പോവുകയാണ്. യേശു കർത്താവ് അഭിമുഖീകരിച്ച കുരിശിൻ്റെ രാഷ്ട്രീയവും ഇത് തന്നെയാണ്. ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ മത സംവിധാനങ്ങൾ ചേർന്ന് കർത്താവിനെ തകർക്കുവാൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്, നിയമങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അതിനുവേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പുറത്തോട്ട് ചാടുന്നവർക്കൊന്നും നിയമം ബാധകമല്ല എന്ന് പറയുന്നിടത്ത് വളരെ കാര്യമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് വാസ്തവമായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. യജമാനൻ വരുന്നത് വിശ്വസ്തത അളക്കുന്നതിന് വേണ്ടിയാണ്, സത്യസന്ധത അളക്കുന്നതിന് വേണ്ടിയാണ്. ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ളൊരു ശ്രമമാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ലഭിച്ചതിനും നമ്മൾ ചെയ്തതിനുമൊക്കെ കണക്ക് കൊടുക്കണം. എങ്ങനെ ജീവിച്ചു എന്നതിൻ്റെ കണക്കെടുപ്പാണ് സുവിശേഷം എന്ന് പറയുന്നത്. നമ്മളെങ്ങനെ ജീവിച്ചു എന്നുള്ളത് അല്ലേ? ഒരു കണക്കെടുപ്പിനാണ് കർത്താവ് പറയുന്നത്. നല്ലവനും വിശ്വസനുമായ ദാസനെ, ദുഷ്ടനും മടിയനുമായ ദാസൻ. ഈ 2 ടൈപ്പ് ദാസന്മാരേ ഉള്ളൂ അല്ലേ? ഒന്നെന്താണ്? നല്ലവനും വിശ്വസ്തനുമായ ദാസൻ. 2 എന്താണ് പറയുന്നത്? ദുഷ്ടനും മടിയനുമായ ദാസൻ എന്ന് പറയുന്നത്. വിശ്വസ്തർക്ക് ദൈവം പ്രതിഫലം കൊടുക്കും, റിവാർഡ് കൊടുക്കും, ഇനി യാതൊരു സംശയമില്ല എന്നുള്ളതാണ് വചനം നമ്മളെ പറയുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ മടിയനായ ദാസന് എന്തിൻ്റെ പ്രതീകമാണ് എന്നുള്ളത് പറയുന്നത്, ദൈവത്തെ കുറ്റം പറഞ്ഞ് നിൽക്കുന്നു, സഭയെ കുറ്റം പറയുന്നു, മാതാപിതാക്കളെ കുറ്റം പറയുന്ന അനുഭവമാണ്. ഒരു സങ്കടകരമായ, ഈ മനുഷ്യൻ വളരെ പാസീവാണ്, വളരെ ഇൻആക്റ്റീവാണ്, ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് ശരിക്കും പറഞ്ഞു. മറ്റുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞാണ്. ഈ അടുത്ത സമയത്ത് ഒരു കേരളത്തിലെ ഏറ്റവും അഹങ്കാരം പിടിച്ചൊരു സ്ത്രീ പറഞ്ഞു, വെളുത്തവൻ മാത്രമേ ഡാൻസ് കളിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? കലാകാരി എന്ന് വിളിക്കാൻ പോലും വെറുപ്പാണ് അങ്ങനെയുള്ള ആളുകളെ അല്ലേ? എന്താണ് കല എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു നീതിബോധം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുമ്പോൾ മനുഷ്യനെന്ത് മാത്രം അഹങ്കാരത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മനുഷ്യനെ പോലെ ഒരു കുഴിമടിയനായിരിക്കുവാനല്ല. നമ്മൾ സാധാരണ പറയാറുണ്ട്, തുരുമ്പിച്ച് പോകുന്നതിനേക്കാൾ നല്ലത് തേഞ്ഞില്ലാതാകുന്നത്.
തുരുമ്പിച്ച് ഇല്ലാതാകുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തിട്ട് അടി മേടിച്ചിട്ട് പോകുന്നതാണ് പ്രിയമുള്ളവരെ. കുരിശിൻ്റെ വഴി കർത്താവിന് അടി കിട്ടുന്നുണ്ടെങ്കിൽ നന്മയ്ക്ക് വേണ്ടി കർത്താവ് നിന്നതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദൈവം നമുക്ക് എന്തെല്ലാം താലന്തുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ഒരു മരവും പാഴ്മരമല്ല. അത് നമ്മുടെ ദൃഷ്ടിയിലാണ്. നമ്മളതിനെ ലാഭത്തോടെ കാണുന്നതുകൊണ്ടാണ് പാഴ്മരം എന്നൊക്കെ പറയുവാൻ ശ്രമിക്കുന്നത്. അതിനെന്തെങ്കിലും പ്രയോജനമുണ്ടല്ലേ? ഒരു തീപ്പെട്ടി ഉണ്ടാക്കാനോ പേപ്പർ ഉണ്ടാക്കാനോ ഒക്കെ നമ്മൾ പറയുന്ന പാഴ്മരം പ്രയോജനപ്പെട്ടെന്നിരിക്കും. നമ്മുടെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് എല്ലാത്തിലും ദൈവം എന്തെങ്കിലും സാധ്യത കൊടുത്തിട്ടുണ്ട്, താലന്തുകളെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുവാൻ ശ്രമിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് സ്വയം പറഞ്ഞിരുന്നാൽ പോരാ, നമ്മുടെ താലന്തുകൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്നു. എൻ്റെ പ്രാർത്ഥനകൾ പ്രയോജനകരമായി തീരുന്നു. എൻ്റെ കഴിവുകൾ മറ്റുള്ളവർക്ക് ഉപകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ലഭിച്ചത് വർദ്ധിപ്പിച്ചവരാണോ നമ്മൾ, അതോ നഷ്ടപ്പെടുത്തിയവരാണോ നമ്മൾ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഏത് സാഹചര്യങ്ങളിലും ഉണർന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്മൾ വിചാരിക്കും നമ്മുടെ താലന്തുകൾ എന്താണ്. നമ്മൾ ചിലപ്പം പറയാം, മറ്റുള്ളവരെ കൂട്ട് എനിക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ല, പ്രസംഗിക്കാൻ പറ്റുന്നില്ല, ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല ടീച്ചിങ് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, അതൊക്കെ ഓരോ താലന്തുകളാണ്. എന്നാൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന താലന്ത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കണം. നിനക്ക് ദൈവം തന്ന ആ താലന്ത് ഉപയോഗിച്ച് ഈ സമൂഹത്തെ, ഈ സഭയെ, നിൻ്റെ കുടുംബത്തെ വളർത്തുവാൻ സാധിക്കണം. ഒരല്പം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വലിയ കഴിവാണ്. ഓരോ കഴിവാണ് ദൈവം ഓരോരുത്തർക്ക് നൽകിയിരിക്കുന്നത്, അല്ലേ? രണ്ടുപേരെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ അതൊരു കഴിവാണ്, അല്ലേ? അങ്ങനെ ഓരോ രീതിയിലും നമുക്ക് എന്തെല്ലാം സാധ്യതകളുടെ മേഖലകളെയാണ് ദൈവം ഒരുക്കി തന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ താലന്തുകളെ പുറത്തെടുക്കുവാൻ തക്കവണ്ണം സാധിക്കണം. വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് ജീവിതം എന്നുള്ളത് മൂന്നാമത്തെ ദാസൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ദാസൻ്റെ, മടിയനായ ദാസൻ്റെ പരാജയം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. വിവിധ പൂന്തോട്ടങ്ങളാണ്. എല്ലാം റോസപ്പൂ ആയാൽ എന്നാ രസം, എല്ലാം മുല്ലപ്പൂ ആയാൽ എന്താ രസം, അല്ലേ? വൈവിധ്യങ്ങളുടെ പൂന്തോട്ടമാണ് ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതം മുഴുവൻ വൈവിധ്യങ്ങളാണ്. ഡൈവേഴ്സിറ്റിയെ അംഗീകരിക്കാത്ത, വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്ത ഭരണകൂടം ശക്തമാകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കണം. കുറഞ്ഞത് പൊലിപ്പിച്ച ജീവിതങ്ങളാണ് ചരിത്രത്തിൽ ഇടം നേടിയത്. ഈ ദാസൻ ഇത് മറന്നു. ഏത് വലിയ ബിസിനസ്സുകാരനെ എടുത്താലും, അംബാനി ആയാലും അദാനി ആയാലും, KFC നടത്തുന്ന, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ നടത്തുന്ന അതിൻ്റെ ഉടമസ്ഥനെ എടുത്താലും, ഇപ്പോഴത്തെ ഫേസ്ബുക്കിൻ്റെ ഓണറും വാട്സപ്പിൻ്റെ ഓണറും, നമ്മൾ സുക്കൻബർഗിനെ എടുത്താൽ ആരെടുത്താലും എല്ലാം ചെറിയ തുടക്കം. ഈ മനുഷ്യൻ്റെ കയ്യിൽ ചെറുതേ ദൈവം കൊടുത്തുള്ളൂ, അല്ലേ? എന്നാൽ ചെറുതിൽ നിന്നാണ് വൻ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള സത്യം ഈ മനുഷ്യൻ, ഈ മടിയനായ ദാസൻ മറന്നു പോകുന്നതാണ് ഇവൻ്റെ ജീവിതത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ വളർച്ചയിൽ പരാതിയും പരിഭവമായി നടക്കുന്ന ചില ജീവിതങ്ങളുടെ പ്രതിനിധിയാണ് ഈ ദാസൻ. അങ്ങനെയുള്ളവർക്ക് ഒരു വളർച്ച, ശരിയായിട്ടുള്ളൊരു വളർച്ച ജീവിതത്തിൽ പ്രയാസകരമാണ്, അല്ലേ? മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ നോക്കാതെ നിന്നിലേക്കൊന്ന് നോക്കിക്കാട്ടെ. ഞാൻ മുമ്പ് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ, അല്ലേ? ചിലരെ ഒരു പരാതിപ്പെട്ടി പോലെ അങ്ങ് നടക്കുക, അല്ലേ? അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പള്ളിയിൽ അവിടെയാണ്, ഇങ്ങനെയാണ്, അവളിങ്ങനെയാണ്, അവൾ ഒരു കംപ്ലയിൻറ്റ് ബോക്സ്, മൂവിങ് കംപ്ലയിൻറ്റ് ബോക്സ് എന്ന് പറയും. അവർ പ്രത്യേകിച്ച് പുറമേ നമ്മൾ കാണത്തില്ലെങ്കിലും വായി വരുന്ന അങ്ങനെ. നമ്മൾ ചില സ്ഥാപനങ്ങളിൽ ചെന്നാൽ, ബാങ്കാണേലും സർക്കാർ ഓഫീസാണേലും എഴുതി വെച്ചിട്ട് കംപ്ലയിൻറ്റ് ബോക്സ് ഉണ്ട് അവിടെ. കഥയൊന്നുമില്ല, എഴുതിയിട്ടിട്ട് പോകാന്നേ ഉള്ളൂ എന്ന് പറയുന്ന ജീവിതങ്ങളായിട്ട് മാറുവാനല്ല പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം. നമ്മുടെ സാധ്യതകളിലേക്ക് നോക്കുവാൻ തക്കവണ്ണം സാധിക്കണം. ഒന്നും കിട്ടാത്തവരുടെ ലോകത്തെ ദൈവം എനിക്ക് ഒന്നെങ്കിലും തന്നോ? നിനക്ക് 2 കാലുള്ളപ്പോൾ കാലില്ലാത്ത ഒരാളില്ലേ? നിനക്കൊരു അസുഖമില്ലാത്തപ്പം ക്യാൻസർ പിടിച്ച് ദിവസവും കീമോതെറാപ്പി ചെയ്യാൻ പോകുന്ന ആളുകളെ ഒന്ന് കണ്ടാട്ടെ. എനിക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് നടക്കുന്ന പരാതിയുടെ അനുഭവത്തിൽ പോകാൻ. നിനക്ക് അല്പമെങ്കിലും ദൈവം തന്നില്ലേ എന്നുള്ള ഒരു പ്രത്യാശയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ സത്യസന്ധമായിട്ട് വിലയിരുത്തണം. അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളെ വിലയിരുത്തുമ്പോൾ ഈ നിഷ്ക്രിയതകൾ മാറി, അലസതകൾ മാറി, ആത്മവിശ്വാസം നമുക്ക് ദൈവം തരും. ഉടയവൻ പലതും കയ്യിൽ വെച്ച് തന്നിട്ടില്ലേ? ഉടയവനായ തമ്പുരാൻ പലതും നമ്മുടെ കയ്യിൽ വെച്ച് തന്നിട്ടുണ്ട്. എന്നിട്ടും ഇപ്പോഴും ദൈവത്തോട് കലഹിച്ചും പിറുപിറുത്തും ഒരു പ്രയോജനമില്ലാത്തവരായ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. കിട്ടിയതിൻ്റെ മൂല്യം മറന്നു പോകരുത്. അതിനെ പാത്തു വെക്കാനുള്ളതല്ല, അതിനെ പൂഴ്ത്തി വെക്കുവാനുള്ളതല്ല, അതിനെ പിറുപിറുപ്പിൻ്റെ അനുഭവത്തിൽ കൊണ്ടുപോകാനല്ല. പ്രിയമുള്ളവരെ, നമുക്ക് എന്തിനെല്ലാം നന്ദി പറയേണ്ടവരാണ് നമ്മളെന്നുള്ളത് ചിന്തിക്കുവാൻ സാധിക്കും. അയാൾ കിട്ടിയത് എന്ത് ചെയ്തു? അതുപോലെ അങ്ങ് മടക്കി. ചിലരങ്ങനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചു, യാതൊരു പ്രയോജനമില്ലാതെ വന്നതുപോലെ അങ്ങ്
തിരിച്ചു പോകുന്ന അനുഭവമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചിലർ ലോകത്തിൽ അങ്ങനെ വന്ന് മടങ്ങുന്നവരുണ്ട്. നമ്മളെക്കുറിച്ച് ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു വരങ്ങളും നമ്മളെ പാത്തു വെക്കുവാൻ തക്കവണ്ണം ശ്രമിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മളായിരിക്കാം, എന്നാൽ പ്രയോജനമില്ലാതെ ജീവിക്കുവാനുള്ള ശ്രമം. യോഗ്യതയുണ്ട് അല്ലേ, നല്ല അക്കാഡമിക് യോഗ്യതയുണ്ട് ഈ പറഞ്ഞതിനൊക്കെ, നല്ല ഡോക്ടർ. എന്നാൽ പൊതുസമൂഹത്തിന് ഇവരെ കൊണ്ട് എന്ത് നന്മയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ആകുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഈ മടിയനായ ദാസനെ പോലെ കരച്ചിലും പല്ലുകിടിയുമായി പോകാതെ ജീവിതങ്ങൾ പ്രയോജനകരമായിട്ട് മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മറ്റുള്ളവൻ്റെ വളർച്ച കണ്ട് ഈ മടിയനായ ദാസനെ പോലെ പല്ലുകടിച്ചും കരച്ചിലും നെഞ്ചത്തടിയുമായി നടന്നിട്ടൊരു കാര്യമില്ല. നിൻ്റെ കാര്യവിചാരത്വം നീ മറന്നു പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മളെ സാധ്യതകളെ ശരിക്കും നമ്മളിതുവരെയും കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ സാധ്യതകളെ ഈ മനുഷ്യനെ പോലെയാണ്, ഈ മടിയനായ ദാസനെ പോലെയാണ് അല്ലേ. നമ്മുടെ തലച്ചോറ് 10% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് ലൈവായിട്ട് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ പ്രയോജനകരമായിട്ടും ആക്റ്റീവായിട്ടും നിലനിൽക്കുന്നത് അല്ലേ. പലപ്പോഴും മടിയിലും ഒക്കെ ഇരിക്കാനാണ് നമുക്ക് ശ്രമം. കുമ്പിടുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളതിന് ശ്രമിക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോഴുള്ള അനുഗ്രഹം പലപ്പോഴും വാസ്തവമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രയാസം നിറഞ്ഞ അനുഭവം എന്ന് പറയുന്നത്. ഇതിനുള്ള സാധ്യതകളെ കണ്ടെത്തി ദൈവകൃപയിൽ ആശ്രയിച്ച് വളർന്ന് സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവരായിട്ട് മാറുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഈ ദിവസങ്ങൾ കുരിശിൻ്റെ ധ്യാനത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഈ മടിയനായ ദാസൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം ഏറെക്കുറെ ഇങ്ങനെയാണോ എന്നാണ് പരിശോധിക്കേണ്ടത് അല്ലേ. ഇങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ നമുക്കിനിയും ദൈവ അവസരം തരികയാണ്. യജമാനായിരിക്കുന്ന കർത്താവ് മടങ്ങി വരും. നമ്മൾ അല്പത്തിൽ വിശ്വസരായിരുന്നാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ദൈവം ഏൽപ്പിക്കും. ചിലരെയൊക്കെ നമ്മൾ വിശ്വസിച്ച് ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിന് അവരെക്കുറിച്ച് വിശ്വാസമുള്ളത് കൊണ്ട്, സഭയ്ക്ക് അവരെക്കുറിച്ച് വിശ്വാസമുള്ളത് കൊണ്ട്, ഇടവയ്ക്ക് അവരെക്കുറിച്ച് വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും വിശ്വസിച്ച കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും നമ്മളൊക്കെ വന്ന് പൊതുയോഗത്തിലിരുന്നൊരു പേരങ്ങ് എറിഞ്ഞിട്ടങ്ങ് പോവുക അല്ലേ. നമുക്ക് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും വയ്യ, ആരെയിലുമൊക്കെ ഇതങ്ങ് നടത്തട്ടെ എന്നുള്ളത്. അങ്ങനെയല്ല, ഇത് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. ഇത് വിശ്വസ്തയോടെ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. അക്കൗണ്ടബിലിറ്റി വേണ്ട ശുശ്രൂഷയാണ്. ഫെയ്ത്ത്ഫുൾനെസ് വേണ്ട ശുശ്രൂഷയാണ്. ഇത് ചുമ്മാ ചടങ്ങ് എന്ന് പറഞ്ഞ് ചെയ്യുവാനുള്ളതല്ല. ഇതിനകത്തൊരു തീഷ്ണതയും പ്രതിബദ്ധതയും സമയബന്ധിതമായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്യണം. 7 മണിക്ക് ശുശ്രൂഷ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നുന്ന സമയത്ത് കയറി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ അപമാനിക്കാൻ തുല്യ. ആദരവാർക്കാണ് നമ്മൾ കൊടുക്കുവാൻ ശ്രമിക്കുന്നത്. ഇത് കൃത്യമായിട്ട് പാലിക്കുവാൻ ശ്രമിക്കുന്നിടത്ത് നമ്മുടെ തീഷ്ണതകൾ വർദ്ധിച്ചു വരണം. ഇത് നഷ്ടപ്പെട്ടു പോകാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ആലസ്യനും മടിയനുമായ ദാസനെ പോലെ ജീവിതമാകുവാനല്ല. നിൻ്റെ കയ്യിൽ അല്പമേ തന്നുള്ളെങ്കിലും ഉള്ളത് പൊലിപ്പിച്ച് കാണിക്കുന്നിടത്തും വർദ്ധിപ്പിച്ച് കാണിക്കുന്നിടത്തുമാണ് നിൻ്റെ ജീവിതം അനുഗ്രഹമായി തീരുന്നത്. അങ്ങനെയുള്ള എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ലോകത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും ഇപ്പോഴുള്ള സമയങ്ങളിൽ നിന്നും നമുക്കെടുത്ത് പറയുവാൻ സാധിക്കും. അവരൊക്കെ ശ്രമിച്ചത് അവർക്ക് വേണമെങ്കിൽ സേഫായിട്ട് അവിടെ ഇരിക്കാമായിരുന്നു, റിസ്ക് എടുക്കാതിരിക്കാമായിരുന്നു. എന്നാൽ അവർ മുറിഞ്ഞിട്ടും തകർന്നിട്ടും അടികൊണ്ടിട്ടും പരിഹാസം സ്വീകരിച്ചിട്ടും ഒക്കെയാണ് ആ വർധനവിൻ്റെ അനുഭവത്തിലേക്ക് അവർ ഉയർന്നുയർന്ന് വന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ ഏൽപ്പിച്ചതായിട്ടുള്ള പല സാധ്യതകൾ ഞാൻ പറഞ്ഞല്ലോ. ഒരു നാണയത്തിനകത്ത് നിൽക്കേണ്ട എല്ലാ സാധ്യതകളും ദൈവനാമോഹത്തിന് വേണ്ടി നമ്മൾ പൊലിപ്പിക്കുമ്പോൾ അത് 10 മടങ്ങായിട്ട് ദൈവം വർദ്ധിപ്പിച്ചു തരുന്നൊരനുഭവമുണ്ട്. അത് തീർച്ചയായിട്ടും സാധിക്കണം. കോൾഗേറ്റ് വിൽക്കുന്ന ആൾ പറഞ്ഞു അയക്ക് കോടിക്കണക്കിന് ഡോളറിൻ്റെ വരുമാനമാണ്. അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ഒരു വലിയ ശതമാനമാണ് ഞാൻ മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കും. ഒരു നഷ്ടവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൂടുതൽ വർദ്ധിച്ചു വന്നതേ എന്നുള്ളതാണ് അദ്ദേഹം വാസ്തവമായിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അവിടെ ദൈവം നമ്മളെ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയുള്ളവരായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് ശിരസ്സുകളെ വണക്കാം. കേട്ട തിരുവചനങ്ങളെ ഓർത്തിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം.